ഇതുപോലൊരു ടബ് ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് കഴിക്കോ അതോ ഇതുപോലെ പയ്യെ എൻജോയ് ചെയ്ത് കഴിക്കോ? ഇൻവെസ്റ്റ്മെന്റ്സ് ഇതുപോലെയാണ്. റെഗുലർ ഇൻവെസ്റ്റിംഗിന് SIP നല്ലതാണ്, പക്ഷെ കുറച്ച് പണം ഒന്നിച്ച് കിട്ടിയാലോ, ഒരു ബോണസോ പ്രോപ്പർട്ടി സെയിലോ പോലെ എന്തെങ്കിലും, അവിടെയാണ് ലംസം ഇൻവെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് കടന്നു വരുന്നത്. എക്സ്പേർട്സ് എപ്പോഴും ഹൈബ്രിഡ് ഫണ്ട്സ് ആണ് സജസ്റ്റ് ചെയ്യാറ്, പക്ഷെ നമുക്ക് ഇക്വിറ്റി ഫണ്ട്സിലോട്ട് പോകണമെങ്കിലോ നമ്മുടെ എൻ്റയർ എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടണോ വേണ്ടയോ? നമുക്ക് 2 കേസസ് നോക്കാം. കേസ് 1, ഇൻവെസ്റ്റ് ഓൾ അറ്റ് വൺസ്. മാർക്കറ്റ് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ദിസ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ December 20, 2011 നിഫ്റ്റി 50 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷത്തിന് ശേഷം അത് 4.1 lakh ആയി മാറും വിത്ത് എ CAGR ഓഫ് 15.27%. പക്ഷെ മാർക്കറ്റ് ഫെയിൽ ആയ ആ ലോസ് നിങ്ങൾ സഹിക്കേണ്ടി വരും. കേസ് 2, നിങ്ങളുടെ ലംസം എമൗണ്ട് സ്പ്രെഡ് ചെയ്ത് ഗ്രാജുവലി ഇൻവെസ്റ്റ് ചെയ്യുക. ആ പണം ഏൺ ചെയ്യാനെടുത്തതിന്റെ പകുതി സമയം കൊണ്ട് ആ പണം സ്പെൻഡ് ചെയ്യുന്നു. അതായത് 1 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തിലായിട്ട് നമ്മൾ ഈ 6 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. എ സ്മാർട്ട് കോമ്പിനേഷൻ ഓഫ് ലംസം പ്ലസ് SIP. എക്സാമ്പിൾ, 2 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ ലംസം ആയിട്ട് ഇക്വിറ്റി ഫണ്ട്സിലും ബാക്കി 1 ലക്ഷം രൂപ SIP വഴിയും. ബട്ട് റിമെമ്പർ, ലംസം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ലോങ് ടേം വ്യൂ മാർക്കറ്റ് കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ്. ഫോർ മോർ സച്ച് ഇൻഫർമേഷൻ ഫോളോ ഗ്രോ മലയാളം.